Good morning, all. I will tell you a story. Here, a farmer called 3 sons. Then, എന്താ പറയുന്നത്, റിട്ടയർ ആവാൻ പോവാണ്. ബട്ട് ബിഫോർ ഐ ഹാവ് എ കോമ്പറ്റീഷൻ സെറ്റ് ഫോർ യു ഓൾ. അല്ലേ, റിട്ടയർമെൻറ്റ് ആവാൻ പോവാണ്. ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണ്. ആരാണോ വിൻ ചെയ്യുന്നത് അയാൾക്ക് എന്തു ചെയ്യും, പ്രൈസ് കൊടുക്കും. അല്ലേ, പ്രൈസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, സമ്പത്ത് കൊടുക്കും. അപ്പോൾ ഓരോ ബണ്ടിലിനും 10 സ്റ്റിക്ക് വീതമുള്ളൊരു ബണ്ടിൽ ഓരോരുത്തർക്കും കൊടുക്കും. അവരതെന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്യണം. സോ ദാറ്റ് വാസ് എൻ ഈസി ടാസ്ക്. അവർ ഓരോന്നായിട്ട് എടുത്തിട്ട് അത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, കാണുന്നുണ്ടോ? ഓരോന്നായിട്ട് എടുത്തിട്ട് അവരത് ബ്രേക്ക് ചെയ്തു. പിന്നെ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫാദർ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയാണ്, ഈ കോമ്പറ്റീഷൻ തീർന്നിട്ടില്ല, ഇനി ഒരു ടാസ്ക് കൂടി നിങ്ങൾക്ക് തരാനുണ്ട്. ഓക്കെ, എന്താണ് ആ ടാസ്ക്? ഇതുപോലെ 10 സ്റ്റിക്സിലുള്ള ഓരോ ബണ്ടിൽ വീണ്ടും കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് ഓരോന്നായി പൊട്ടിക്കാതെ എൻ്റെ ബണ്ടിൽ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. മുഴുവൻ ഒറ്റയടിക്ക് ഓക്കെ ബ്രേക്ക് ചെയ്യണം. അറ്റ് വൺ ഗോ, ഒരു തവണ തന്നെ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഹോൾ ബണ്ടിൽ. അതിൽ നിന്ന് ഒറ്റയ്ക്കായിട്ടുള്ള സ്റ്റിക്ക് പുറത്തേക്ക് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് സാധിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? ബിക്കോസ് എ ക്ലസ്റ്റർ ഓഫ് സ്റ്റിക്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എ സിംഗിൾ സ്റ്റിക്ക്. ഇസ്ൻ്റ് ഇറ്റ്? അല്ലേ, ഇത് വളരെ സ്ട്രോങ് ആണല്ലേ. ഒരു ബണ്ടിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി അല്ലേ. അതുപോലെ തന്നെയാണ് സിംഗിളായിട്ട് നിൽക്കുന്നതിനേക്കാളും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, വളരെ നല്ല സ്ട്രെങ്ത് വരിക. ഇതാണ് ഇദ്ദേഹം പറയുന്ന സ്റ്റോറി. ഓക്കെ, സെൽ ക്ലസ്റ്റേഴ്സ്. ദിസ് ഈസ് ദ സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഗോ ത്രൂ. ക്ലസ്റ്റേഴ്സ്. ഐ സെഡ് എ ക്ലസ്റ്റർ ദാറ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ എ സിംഗിൾ വൺ. Okay, so cell cluster. Cluster of cells. Cluster means group of cells. So that is more stronger than a single cell. Okay, so നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ടിഷ്യൂ? ടിഷ്യൂ ഈസ് എ സെൽ ക്ലസ്റ്റർ. ഒരു സെല്ലിൻ്റെ ഗ്രൂപ്പാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിലുള്ള സെൽസൊക്കെ ഒരുപോലെയാണോ, വെവ്വേറെയാണോ, സൈസിലും ഷേപ്പിലും വ്യത്യാസമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പേജ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്, സെൽ ക്ലസ്റ്റേഴ്സ്. സോ ഉണ്ണിക്കുട്ടൻ, ഹി ഹാസ് എ ഡൗട്ട് ഹിയർ. ലുക്ക്, all organs are made of cells. But how different are the eyes, nose and tongue? അല്ലേ, നമ്മളീ പറഞ്ഞതൊക്കെ ഓർഗൻസ് ആണ്. ഐസ്, നോസ് ആൻഡ് ടങ്സ്, ദീസ് ആർ ദ സെൻസ് ഓർഗൻസ്. സോ ദീസ് ഓൾ ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ, വെരി ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. ഒരു ബന്ധവും ഇല്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഡിഫറൻസ്? നമുക്കറിയാം, എല്ലാ ഓർഗൻസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലും കൊണ്ടാണ്. ദെൻ ഹൗ ഡിഫറെൻ്റ് ആർ ദീസ് ഓൾ തിങ്സ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ, എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും ഡിഫറെൻ്റ് ആവുന്നത്? ഓക്കെ, എന്തായിരിക്കും? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? യു വിൽ ഗെറ്റ് എവറിത്തിങ് ഫ്രം ദിസ് ഇല്ലസ്ട്രേഷൻ. സോ ദിസ് ഈസ് ആൻ ഇല്ലസ്ട്രേഷൻ ഷോൺ. Illustration 2.1. Here you can see a human body, mentioned some body parts, body organs in a human body. Which are the body organs mentioned here? One is brain, then blood, then what is this? Bone, then after muscles. Okay, brain, blood, bones and muscles. These 4 body parts are mentioned here. Are they similar? Are these 4 parts similar in their structure and function? കാണാൻ ഒരുപോലെയാണോ? അതിൻ്റെ ഫങ്ഷനിങ് ഒരുപോലെയാണോ? No, we know that, isn't it? So brain, that is a controlling unit of our
whole body. Then blood, that is transporting materials. Then about the bone, giving us strength and support. നമ്മുടെ ശരീരത്തിന് ആകൃതി തരുന്നു. നമുക്ക് നല്ലൊരു ഗുഡ് പോസ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാനും നിവർന്നിരിക്കാനും നിവർന്ന് നടക്കാനും സാധിക്കുന്നു. അപ്പം അതിൻ്റെ റീസൺ എന്താണ്? ബോൺസ് ആണ്. ദെൻ മസിൽസ് ഹെൽപ്സ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. ആസ് വി ആർ ആനിമൽസ് വി ഹാവ് ടു മൂവ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അല്ല, നമ്മളിങ്ങനെ സ്ഥലം മാറിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം മുഴുവനായിട്ട് മൂവ് ചെയ്യിപ്പിക്കണം. ആരാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്? മസിൽസ് ആണ്. ഓക്കെ, സോ ദീസ് 4 different parts, they have cells in it. Are these cells similar? For example, here is the cells of brain. What's it? Nerve cells. Then the cells in the blood cells. The cells in bone cells. Then what about the cells in muscle cells? Are they similar? Are they look similar? എല്ലാം ഒരുപോലെയാണോ? കാണാൻ ഒരുപോലെയാണോ? അല്ല അല്ലേ, വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള കുറേ ബ്രാഞ്ചസ് ഉള്ളൊരു സെല്ലാണ് നെർവ് സെൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ഓൺലി ഇൻ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെയാണ് കാണുന്നത്, അല്ലേ, നമ്മുടെ നട്ടലിൻ്റെ ഭാഗത്തൊക്കെയാണ് കാണുന്നത്. ദെൻ ബ്ലഡ് സെൽസ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് റെഡ് ബ്ലഡ് സെല്ലാണ്. വാട്ട് ഈസ് റെഡ് ബ്ലഡ് സെൽ? RBC എന്ന് കേട്ടിട്ടില്ല അല്ലേ, ചുവന്ന രക്താണുക്കൾ. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ്, റൗണ്ട് അല്ലെങ്കിൽ സ്ഫെറിക്കൽ എന്നാണ് ഇതിൻ്റെ ഷേപ്പ് പറയുന്നത്. എന്താണ്? സ്ഫെറിക്കൽ. ദെൻ ബോൺ സെൽസ്, ദെൻ മസിൽ സെൽസ്. So these all cells are entirely different from one another. Each cell is the building block of each organ. That's why these all organs are different from one another. ഈ എല്ലാ ഓർഗൻസും ഒരേ ഷേപ്പിലും സൈസിലുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ എല്ലാം ഒരുപോലെ ഉണ്ടാവുമോ? ചിലതൊക്കെ ഒരുപോലെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്താണ്? ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലുള്ള സെൽസ് കൊണ്ടാണ് അല്ലേ. ദെൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലും സെൽസ് വരുന്നത്? പിന്നെ ഒരു കാര്യം, നമ്മുടെ ഓരോ ഓർഗനും മില്യൺസ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈച്ച് ഓർഗൻ, ഈച്ച് ബോഡി പാർട്ട് ഇസ് മെയ്ഡ് ഓഫ് മില്യൺസ് ഓഫ് സെൽസ്. മില്യൺ മീൻസ് 1 million മീൻസ് 10 lakh. 10 ലക്ഷം ആലോചിച്ച് നോക്കിയേ. അപ്പം അതിനേക്കാളും കോടിക്കണക്കിന് സെൽസാണ് ഓരോ ഓർഗനിലുള്ളത്. പക്ഷേ ഈ നമ്മുടെ ശരീരത്തിൽ ഇത്രയും സെൽസ് ഉണ്ടെങ്കിലും ആ സെൽസൊക്കെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് തന്നെ ഒരു 200 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ ദെയർ ഇൻ അവർ ബോഡി. 200. ഓക്കെ, ഹൗ മെനി? 200 different kinds of cells in the human body. Then each body part that is made of some kind of cells. അല്ലേ, 200 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ആ 200 തരത്തിലുള്ള സെൽസിൽ കുറച്ച് ടൈപ്പ് സെൽസ് ചേർന്നിട്ടായിരിക്കും ഒരു ഓർഗൻ ഉണ്ടാകുന്നത് അല്ലേ. ചിലപ്പോൾ ഒരു 5-6 ടൈപ്പ് സെൽസ് ചേർന്നിട്ടായിരിക്കും വേറൊരു ഓർഗൻ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ 200 ടൈപ്സ് സെൽസും നമുക്കൊരു ഓർഗനിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓർഗൻസ് ഡിഫറെൻ്റ് ആവുന്നത്. മനസ്സിലായോ? ഈ 200 ടൈപ്സ് നമ്മൾ പോട്ടെ, ABCD എത്ര ആൽഫബറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ അത്രയും ആൽഫബറ്റ്സ് അത് കൊണ്ട് നമുക്ക് എത്രത്തോളം വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? നമ്മളൊരു ഡിക്ഷണറി വാങ്ങിച്ച് നോക്കിയാൽ അറിയാം, ദർ ആർ മെനി വേർഡ്സ്. ഓക്കെ, ആൻഡ് സം വേർഡ്സ് ആർ അൺനോൺ ടു us. നമുക്ക് പറയാൻ പറ്റാത്ത, പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു കുറച്ച് ആൽഫബറ്റ്സ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 200 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ ഇൻ അവർ ബോഡി. അതുകൊണ്ട് എത്ര തരത്തിലുള്ള ബോഡി പാർട്സ് ഉണ്ടാക്കാൻ പറ്റും? ആലോചിച്ച് നോക്കിക്കേ. അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പല ടൈപ്പുള്ള ബോഡി പാർട്സ് ഉണ്ട്. കാരണം എന്താണ്? 200 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ ദെയർ. These 200 types of cells are not at all present in each and every organ. Some kinds of cells will be there in one organ, some other kinds of cells will be there in another organ.
അല്ലേ? എല്ലാ ഓർഗൻസിലും ഒരേ ടൈപ്പ് സെൽസ് അല്ല ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി സെല്ലിൻ്റെ ഷേപ്പും സൈസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ അതിൻ്റെ ഫങ്ഷനുമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ഈസ് സെൽ ഷേപ്പ് ആൻഡ് സൈസ് റിലേറ്റഡ് ടു their functions? Let me know. Okay, so this is the cell. It is in brain, nerve cell. Okay, nerve cell. This is the longest cell in our body. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെല്ലാണ്. ലോങ്ങസ്റ്റ് മാത്രമല്ല, എന്താണ്, ലോങ് ലിവ്ഡ് സെല്ലാണ്. ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു സെല്ലും കൂടിയാണ് നെർവ് സെൽ എന്ന് പറയുന്നത്. ഇത് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ സെൽസ് ഉണ്ടാവാറില്ല. നമ്മൾ സെൽ തിയറിയിൽ പഠിച്ചിട്ടില്ലേ, എന്താണ്, ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ബൈ മീൻസ് ഓഫ് ഡിവിഷൻ. പക്ഷേ ഇവിടെ അത് ആപ്ലിക്കബിൾ അല്ല. നെർവ് സെല്ലിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നെർവ് സെല്ല് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ആ ഭാഗം ലോസ്റ്റ് ആണ്. അപ്പം അതിന് പകരം നമ്മൾ പുതിയ സെൽസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പഴയ സെൽസ് ഡിവൈഡ് ചെയ്തിട്ടല്ല. പിന്നെ എങ്ങനെയാണ് പുതിയ സെൽസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക? കുറേ മോളിക്യൂൾസൊക്കെ ബൈൻഡ് ചെയ്തിട്ട് കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അങ്ങനെയാണ് ഒരു സെല്ലുണ്ടാവുന്നത്, നെർവ് സെൽ ഉണ്ടാവുന്നത്. അല്ലാതെ മറ്റൊരു സെല്ലിനെ പോലെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു സെല്ലിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുതിയ സെൽസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. ഇപ്പോൾ നെർവ് സെല്ലിൻ്റെ ഷേപ്പ് എന്താണ്? സൈസ് ഞാൻ പറഞ്ഞു, ലോങ്ങസ്റ്റ് സെല്ലാണ്, നല്ല നീളം കൂടിയ സെല്ലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. ഓക്കെ, ലോങ്ങസ്റ്റ് സെല്ല് ദ ഹ്യൂമൻ ബോഡി. ഇനി ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ലോങ് ആണ്. ഇതെന്തായി കാണിക്കുന്നത്? എന്താണ്? ബ്രാഞ്ചസ്. സോ വാട്ട്സ് ദ ഷേപ്പ് ഓഫ് എ നെർവ് സെൽ? ലോങ് ആൻഡ് branched. What's the shape of a nerve cell? Long and branched. So it is long enough to receive and transfer messages. So that's a function of a nerve cell. നമ്മുടെ ചുറ്റും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചസിനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എടുക്കണം, സ്വീകരിക്കണം. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് ദ സമ്മർ വി നീഡ് ടു സ്വെറ്റ് അവർ ബോഡി. നമ്മുടെ ശരീരം വിയർക്കണം. നല്ല ചൂട് കാലത്ത് ശരീരം വിയർത്ത്, അല്ലേ, ആ ചൂടിൽ ശരീരത്തെ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടാതെ നോക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വിയർപ്പുണ്ടാകണം, സ്വെറ്റിംഗ് നടക്കണം. വിയർപ്പുണ്ടാകുക, സ്വെറ്റിംഗ്. അപ്പം അങ്ങനെ സ്വെറ്റിംഗ് നടക്കണമെങ്കിൽ എന്തൊക്കെ വലിയ കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പുറമേ ചൂടുണ്ട്, ഇത് സീസൺ വേറെയാണ് എന്നുള്ള കാര്യം നമ്മുടെ സ്കിന്ന് തിരിച്ചറിയണം. സ്കിന്നിൽ ആരാ തിരിച്ചറിയുന്നത്? സ്കിന്നിലുള്ള നെർവ് സെൽ. സ്കിന്നിലുള്ള നെർവ് സെൽ അത് റിസീവ് ചെയ്യും. ഓക്കെ, ആ ഒരു ചേഞ്ചിനെ റിസീവ് ചെയ്തിട്ട് അതിനെ മെസ്സേജ് ആക്കി മാറ്റും. ആർക്കുള്ള മെസ്സേജ്? ബ്രെയിനിനുള്ള മെസ്സേജ്. എന്നിട്ട് ഈ ന്യൂറോൺ വേറൊരു ന്യൂറോണിൻ്റെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. വൺ ന്യൂറോൺ ഈസ് കണക്റ്റഡ് ടു അനദർ ആൻഡ് അനദർ വൺ ആൻഡ് സോ ഓൺ. ഇങ്ങനെ കുറേ ന്യൂറോൺസ് ഒന്നിന് ശേഷം ഒന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നെർവ്സ് ഉണ്ടാവുന്നത്. നമ്മൾ പറയുന്ന നാഡികൾ. ആ നെർവ്സിലൂടെ, അതായത് ന്യൂറോൺസിലൂടെ ഈ മെസ്സേജ് പാസ് ചെയ്ത് അതെവിടത്തേക്ക് എത്തണം? ബ്രെയിനിലെത്തണം. ബ്രെയിൻ എന്നിട്ട് ഇതൊക്കെ അനലൈസ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഫോം അനദർ മെസ്സേജ്. ഓക്കെ, ഇത് ആർക്കുള്ള മെസ്സേജാണ്? സ്കിന്നിനുള്ള മെസ്സേജാണ്. എന്ത് ചെയ്യണം? പുറമേ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് സ്വെറ്റിംഗ് നടത്തണം, വിയർപ്പുണ്ടാക്കണം, അല്ലേ? അപ്പോൾ ആ മെസ്സേജ് ഉണ്ടാക്കിയിട്ട് അത് ബ്രെയിൻ ആയിരിക്കും കൊടുക്കും, വേറൊരു ന്യൂറോണിന് കൊടുക്കും. ആ ന്യൂറോൺ ഇതേപോലൊരു ന്യൂറോണിനോട് കണക്റ്റ് ആയിരിക്കും, അത് വേറൊരു ന്യൂറോണിനോട് കണക്റ്റ് ആയിരിക്കും. അങ്ങനെ കുറേ ന്യൂറോൺസ് ഇങ്ങനെ 1 by 1 ആയിട്ട് ചേർന്നിട്ട് നെർവ്സ് ആവും. ആ നെർവ്സിലൂടെയാണ് ഈ മെസ്സേജ് പാസ് ചെയ്തിട്ട് സ്കിന്നിന് ആ മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നത്. ആ മെസ്സേജ് തിരിച്ചെത്തിയാൽ മാത്രമേ സ്കിന്നിന് എന്ത് ചെയ്യാൻ പറ്റും? സ്വെറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സ്വെറ്റ്, വിയർപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ബോഡി എന്താവും? കൂളാവും. ക്ലിയർ? സോ ഹൂ റിസീവ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് മെസ്സേജസ് ഇൻ ദ ബോഡി? നെർവ് സെൽസ്. ദേ ആർ ആക്ടിങ് ആസ് എ മെസ്സഞ്ചർ ഹിയർ. ആ മെസ്സഞ്ചർ എന്താ? മെസ്സേജ് എടുത്ത് റിസീവ് ചെയ്ത് അത് സെൻഡ് ചെയ്യുന്ന ആൾ. അങ്ങനെ ഒരാളാണ് നെർവ് സെൽ. ഓക്കെ, അത് എന്താണ്? ഇത്രയും ലോങ് ആയതുകൊണ്ട് അതിന് അത്രയും
എന്താണ് മെസ്സേജസിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെസ്സേജസ് ആർ ട്രാൻസ്ഫേർഡ്. ഓക്കെ, കാരണം ഇറ്റ് ഈസ് ലോങ് ആൻഡ് ബ്രാഞ്ച്ഡ്. നല്ല നീളം കൂടുതലല്ലേ. അപ്പം നീളം കൂടുതൽ വെച്ചാൽ മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പല ടൈപ്പ് മെസ്സേജസും ഒരു സമയത്ത് തന്നെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ RBC, red blood cell. What's the shape of RBC? It is round. റൗണ്ട് അല്ലേ, നമ്മളത് ഒരു ഫിഗറിൽ വരയ്ക്കുമ്പോൾ അത് റൗണ്ട് മാത്രമാണ്. ശരിക്കും നമ്മളതിൻ്റെ 3D ഫോമിൽ കാണുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് സ്ഫെറിക്കൽ. ഇറ്റ് ഈസ് ലൈക്ക് എ ബോൾ. പക്ഷേ ഈ ബോളിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ രണ്ട് വശവും ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് കാണുന്നത്. കണ്ടോ? ഒരു ഡിപ്രഷൻ കണ്ടോ? ഇവിടെ എല്ലാം ഒരു ഡിപ്രഷൻ കണ്ടോ? അങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ട്. ഓക്കെ, എന്തിനാ ഡിപ്രഷൻ? ഈ ഡിപ്രഷനിലാണ് ഓക്സിജൻ വരുന്നത്. ഓക്സിജൻ ഇതൊരു തോണി പോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ബ്ലഡ് ആലോചിച്ച് നോക്കിയാൽ ബ്ലഡ് ദാറ്റ് ഈസ് ദ റിവർ ഓഫ് ലൈഫ്. അപ്പോൾ ആ ഒരു റിവറിൽ ഒരു തോണി പോലെയാണ് നമ്മുടെ RBC. ആ തോണിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇറ്റ് എക്സ്ചേഞ്ച് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജനെ വേണ്ട സ്ഥലത്തേക്ക് കൊടുക്കും. ആ സ്ഥലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്സിജൻ അവിടെ കൊടുത്തിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ടേക്ക് എടുക്കും. അതല്ല എക്സ്ചേഞ്ച്. ഒന്ന് കൊടുത്ത് വേറൊന്ന് വാങ്ങിക്കുന്നതാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഹിയർ ദേ ആർ ഡൂയിങ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. വിച്ച് കൈൻഡ് ഓഫ് ഗ്യാസസ്? റെസ്പിറേറ്ററി ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ? സോ ദേ ആർ റൗണ്ട്. ഓക്കെ, പിന്നെ ഉള്ളിൽ കുഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ കോൺകേവ് ഷേപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് കോൺകേവ്? കോൺകേവ് അറിയാലോ. ലെൻസ് കോൺവെക്സ് ആണ്. നമ്മുടെ കണ്ണിലുള്ള ലെൻസും മൈക്രോസ്കോപ്പിലുള്ള ലെൻസും കോൺവെക്സ് ആണ്. കോൺവെക്സ് എന്ന് വെച്ചാൽ മധ്യഭാഗം കുറച്ച് തടിച്ചിട്ട് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. എന്താണ്? മധ്യഭാഗം, മിഡിൽ പോർഷൻ എന്താണ്? ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ട് ഒരു ഡിപ്രഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കോൺകേവ് സ്ട്രക്ചർ എന്ന് പറയും. സോ ഇറ്റ് ഈസ് റൗണ്ട്, സ്ഫെറിക്കൽ ആൻഡ് ഇറ്റ് ഹാസ് എ കോൺകേവ് സ്ട്രക്ചർ in order to receive and transfer oxygen and carbon dioxide gases. Next, ബോൺ സെൽ. ഇങ്ങനൊരു സെല്ലാണ് നമ്മുടെ ബോൺസിനുള്ളത്. ബോൺസിൻ്റെ ഫങ്ഷൻ തന്നെ ആയിരിക്കില്ലേ ബോൺ സെല്ലിനുണ്ടാവുന്നത് അല്ലേ? എന്താണ്? പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദി ബോഡി. സോ ദേ ആർ പ്രൊവൈഡിങ് സ്ട്രെങ്ത്. നല്ല ബലം തരും. നമ്മുടെ ശരീരത്തിനൊരു സ്ട്രെങ്ത് തരുന്നില്ലേ? അതുപോലെ സപ്പോർട്ട് ടു ദ ബോഡി. ഈ ബോൺസ് ഇല്ല, സ്കെലട്ടൺ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുമോ? നമ്മൾ നിവർന്ന് നിൽക്കുന്നതും ഇരിക്കുന്നതും സ്കെലട്ടൺ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മൾ അലക്കി അയലിലിടുന്ന തുണി എങ്ങനെ ഉണ്ടാവും അതുപോലെ നമുക്ക് ഏത് രീതിയിൽ അതിനെ മടക്കി വെക്കാം നമ്മുടെ ശരീരത്തിനെ. അങ്ങനെയാണോ നമ്മുടെ ശരീരം? ഒരിക്കലും അല്ല അല്ലേ. നമുക്ക് നമ്മുടെ ശരീരം എന്താണ്? നല്ല സ്ട്രെങ്ത് ഉള്ള സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ഒരു ഓർഗാനിസം ആണ് നമ്മൾ. അപ്പോൾ അതിന് കാരണം എന്താണ്? ബോൺ സെൽസ് ആണ്. ബോൺ സെൽസ് എവിടെയാണ് കാണുന്നത്? ബോൺ സെൽ. ഓക്കെ, ദെൻ മസിൽ സെൽ. മസിൽ സെൽ എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ഫോർ മൂവ്മെൻറ്റ്. ഈ മസിൽ സെൽ എന്താണെന്നറിയോ? ഇങ്ങനെ അതിന് കോൺട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റും. അതായത് ഇതിൻ്റെ ഈ രണ്ട് പോയിൻറ്റഡ് എൻഡ്സ് കാണുന്നില്ലേ? ഈ രണ്ട് പോയിൻറ്റഡ് എൻഡ്സും കുറച്ച് കഴിഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യും, ഇങ്ങോട്ടേക്ക് നീങ്ങും. ഈ എൻഡ് ഇങ്ങോട്ടേക്കും ഈ എൻഡ് ഇങ്ങോട്ടേക്കും നീങ്ങിയിട്ട് ഇതൊരു ബോൾ പോലെയാവും. ഓക്കെ, എന്നിട്ട് അത് പിന്നെ എന്ത് ചെയ്യും? പിന്നെ നീളം കൂടും. ഇതിനെ ലെങ്തൻ ചെയ്യാനും ഷോർട്ടൻ ചെയ്യാനും പറ്റും. ഈ പറഞ്ഞ രണ്ട് പോയിൻറ്റഡ് എൻഡ്സും ഉള്ളിലേക്ക് വലിച്ച് ഷോർട്ട് ആവാൻ പറ്റും. പുറത്തേക്ക് പരമാവധി വലിഞ്ഞ് എക്സ്റ്റെൻഡ് ആയിട്ട് ലെങ്ത്ത് കൂട്ടാനും പറ്റും. അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ പ്രത്യേകത അത് മസിൽ സെല്ലിൻ്റെ ഇറ്റ് ലെങ്തൻസ് ആൻഡ് ഷോർട്ടൻസ്. അതിനിങ്ങനെ വലിയാൻ പറ്റും. നമ്മളൊരു റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ വലിച്ച് നീളം കൂട്ടാം. അതിനെ വിട്ട് കഴിഞ്ഞാൽ അത് പഴയ പോലെ ഷോർട്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന മസിൽസൊക്കെ അങ്ങനൊരു തരത്തിൽ മൂവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡി പാർട്സിൻ്റെയോ അല്ലെങ്കിൽ ഹോൾ ബോഡിയുടെയും മൂവ്മെൻറ്റിന് കാരണമാവും. ദാറ്റ്സ് വൈ വി ആർ മൂവിങ്. വൈ? ബിക്കോസ് ദ മസിൽസ് ആർ ലെങ്തനിങ് ആൻഡ് ഷോർട്ടനിങ്. Okay, as per the messages get by the brain.
അപ്പോൾ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന മെസ്സേജിനനുസരിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കാലിലുള്ള ലെഗ്സിലുള്ള മസിൽ സെൽസ് ഇതുപോലെ ലെങ്തൻ ചെയ്യുകയും ഷോർട്ടൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദേ ഹെൽപ്സ് ഫോർ ദ മൂവ്മെൻറ്റ് മസിൽ സെൽ. ക്ലിയർ? ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. പല ടൈപ്പ് സെൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സെൽസിൻ്റെ ലോങ് ആൻഡ് ബ്രാഞ്ച്ഡ്, ഇനഫ് ടു റിസീവ് ആൻഡ് ട്രാൻസ്ഫർ മെസ്സേജസ്. റെഡ് ബ്ലഡ് സെൽ, ഇറ്റ് is spherical, concave and round shaped for the exchange of oxygen and carbon dioxide. Bone cell, it provides strength and support to the body. Then muscle cell helps for the movement. Next നമ്മൾ പറയാൻ പോകുന്നത് about the cell clusters. As we know in the story of a farmer, it is hard to break a bundle of 10 sticks together. A bundle means a cluster of 10 sticks together. But it is easy to break a single stick taken from it, pulled out from it. ഒരു 10 സ്റ്റിക്കുള്ള ഒരു 10 വിറക് അല്ലേ, വിറകാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുള്ള ഒരു ബണ്ടിലിനെ അങ്ങനെ തന്നെ തകർക്കുന്നത്, ബ്രേക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അല്ലേ. അതേസമയം ഓരോന്നായിട്ട് ബ്രേക്ക് ചെയ്യാനായിരിക്കും എളുപ്പം ഉണ്ടാവുന്നത്. അത് തന്നെയാണ് ഇവിടെയും. സിംഗിളായിട്ട് സെൽസ് ഉണ്ടാവുമ്പം അതിനത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ പറയൂലേ ഒരു ഒത്തൊരുമയോടെ നിന്നാൽ അല്ലേ മലയും പോരും എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ സെൽസും ഒരേപോലെയുള്ള സെൽസ് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പം 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ക്ലാസ്സായിട്ട് നിൽക്കുന്നു. അതൊരു സ്ട്രെങ്ത്താണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ. അതേസമയം വെവ്വേറെയായി അവരവരുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ ഒരു കോപ്പറേഷനൊന്നും ഇല്ലാതെ സഹകരണമൊന്നും ഇല്ലാതെയാണെങ്കിൽ ആ ക്ലാസ് എന്തായിരിക്കും? ആ ക്ലാസ് തീരെ പോരാന്ന് പറയും. സ്ട്രെങ്ത് ഇല്ല, ഒരു കോർഡിനേഷൻ ഇല്ല എന്ന് പറയും. ഒരു തരത്തിലുള്ള വർക്ക് വന്നാൽ അത് എപ്പോഴും പെയിൻറ്റിങ് വർക്ക്സ് ആയിരിക്കും. ഓക്കെ, ടീച്ചേഴ്സിനും അത്ര ഇൻട്രസ്റ്റഡ് ഉണ്ടാവില്ല. അതേ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആസ് എ ക്ലാസ് ഓഫ് 8 ഒരു ക്ലാസ് ഓഫ് 9 ക്ലാസ് ഓഫ് 10 ആ ഒരു സ്ട്രെങ്ത് എപ്പോഴും ഉണ്ടാവും. സോ യു ആർ ലൈക്ക് എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്. ഓക്കെ, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പിന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വോണ്ട് ബി എ സ്ട്രെങ്ത്, വോണ്ട് ബി ഗിവ് എ സ്ട്രെങ്ത് ടു യു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് സെൽ ക്ലസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? സിമിലർ സെൽസ് ആണ്. ഇപ്പോൾ 8th എല്ലാ കുട്ടികളും 8th എന്ന് പറയുന്ന ക്ലാസ് റൂമിലേക്ക് പോകും. 9th കുട്ടികളെ പിടിച്ചിട്ട് നമുക്ക് ആ ക്ലാസ്സിലാക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? അവരുടെ മെൻ്റൽ ലെവൽ അല്ലേ കുറച്ച് വ്യത്യാസമുണ്ട്. 8th കുറച്ചും കൂടി പുരോഗമിച്ച കുറച്ചും കൂടി ഡെവലപ്പായിട്ടുള്ളൊരു ബ്രെയിനാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർ 9th എത്തുന്നത് അല്ലേ. അതുപോലെ അവരെ ഏജും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അവരെ എഫിഷ്യൻസി അതെല്ലാം വെച്ചിട്ടാണ് കുറച്ച് കുട്ടികൾ 8ാം ക്ലാസ്സിലും കുറച്ച് കുട്ടികൾ 9ലും വരുന്നത് അല്ലേ. ഏജ്, എഫിഷ്യൻസി, മെൻ്റൽ ലെവൽ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടല്ലേ വരുന്നത് അല്ലേ. അപ്പം 8th സ്റ്റാൻഡേർഡിലുള്ള എല്ലാ കുട്ടികൾക്കും ഏകദേശം ഒരേപോലത്തെ ഏജ് ആയിരിക്കും. മെൻ്റൽ ലെവൽ ഒരുപോലെ ആയിരിക്കും, അവർ ചിന്തിക്കുന്ന രീതി ഒരുപോലെ ആയിരിക്കും. അതുപോലെ ആയിരിക്കില്ല അടുത്ത ഹയർ ക്ലാസ്സിലുണ്ടാവുന്നത്. സോ സിമിലർ ആയിട്ടുള്ളവർ ചേരുന്ന ഒരു ഗ്രൂപ്പ്, സിമിലർ സെൽസ് ചേരുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് ടിഷ്യൂ. സോ വാട്ട് ഈസ് എ ടിഷ്യൂ? Can you define the tissue? Tissue is a group of similar cells that have a common origin. അവരൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു പോയിന്റിൽ നിന്നാണ്, ഒരു ഒറിജിനാണ്. ഒരു ഒറിജിൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സൈസും ഷേപ്പും ഒരുപോലെ ആയിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കോമൺ ഒറിജിൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിലെ എല്ലാ കുട്ടികളും നോക്കിക്കഴിഞ്ഞാൽ അവർ ബോൺ ഡേറ്റ് അല്ലെങ്കിൽ ബർത്ത് ഇയർ ഏകദേശം ഒരുപോലെ ആയിരിക്കും അല്ലേ. ബർത്ത് ഇയർ ഏകദേശം എന്തായിരിക്കും? ഒരുപോലെ. 1-2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഒരുപോലെയല്ലേ ഉണ്ടാവുന്നത്. ഒറിജിൻ അതായത് നിങ്ങളെല്ലാം ജനിച്ചത് ഏകദേശം ഒരേ ഇയറിലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെൻ്റലായിട്ടുള്ള ഏജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ. കോമൺ ഒറിജിൻ എന്ന് വെച്ചാൽ സെൽസിൻ്റെ കേസിൽ ഒരേപോലത്തെ ഷേപ്പും ഒരേപോലത്തെ സൈസും. ഒരേ ടൈമിനാണ് ഒറിജിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഓക്കെ, ഒരേ ടൈമിൽ ഒരേ സ്ഥലത്ത് നിന്നാണ് അവർ ഒറിജിനേറ്റ് ചെയ്തത്.
അതുകൊണ്ട് അവർക്ക് ഒരേ ടൈമിന് ഒറിജിനേറ്റ് ചെയ്തതുകൊണ്ട് ഒരേ സൈസും ഒരേ സ്ഥലത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്തുകൊണ്ട് ഒരുപോലത്തെ ഷേപ്പും ഉണ്ടാവും. ദേ ഹാവ് സിമിലർ സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോമൺ ഒറിജിൻ. ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. അവർക്ക് സ്പെസിഫിക് എന്ന് വെച്ചാൽ കണക്കായൊരു ഫങ്ഷൻ ഉണ്ടാവും. കണക്ക് എന്ന് വെച്ചാൽ ഇപ്പം മസിൽ സെല്ല് ചെയ്യുന്ന ഫങ്ഷൻ ഒരിക്കലും നെർവ് സെല്ലിന് ചെയ്യാൻ പറ്റില്ല അല്ലേ. എല്ലാ സെൽസിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്, കണക്കായ ഡ്യൂട്ടീസ് ഉണ്ട്. അത് അവരുടെ സൈസും ഷേപ്പും ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഫങ്ഷനാണ്. ഓക്കെ, സോ ഡിഫൈൻ ടിഷ്യൂ, ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. ഓക്കെ, നമുക്കതിൽ ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പ് സെൽസ് കാണിക്കുന്നുണ്ട്. വിച്ച് ആർ ദീസ് 2 സെൽസ്? വൺ ഇസ് മസിൽ സെൽ, അനദർ വൺ ഇസ് നെർവ് സെൽ. അതിൽ മാർക്ക് ചെയ്തൊന്നും നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒരു റെഫറൻസിന് മാത്രം തന്ന ഫിഗറാണ്, വെറുതെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഈ മാർക്കിങ്സ് ലേബൽ ചെയ്ത പാർട്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഹയർ ക്ലാസ്സിൽ ആവശ്യമാണ്. സോ ലെറ്റ് us take these 2 cells. Are they similar in shape? No. No. Okay, are they similar in size? No. This is the longest cell. This cell that is somewhat small compared to the nervous cell. Okay, then വേറെ എന്താണ്? ഈ 2 സെൽസും ഒരു ടിഷ്യൂ ആവുക? ഒറ്റൊരു ടിഷ്യൂ ആകാൻ പറ്റുമോ? ഇല്ല അല്ലേ. ആകാൻ പറ്റുമോ? ഇല്ല. മസിൽ സെൽസ് ടുഗെദർ ഫോം a muscle tissue. Then what about the nerve cells? Nerve cells together form a nervous tissue. ഇതൊരു മസിൽ ടിഷ്യൂ ആവും, ഇതൊരു നെർവസ് ടിഷ്യൂ. ഏത് ടൈപ്പ് ടിഷ്യൂ? നെർവസ്. ഓക്കെ, ഇത് നെർവസ് ടിഷ്യൂ ആവും. ഇതെന്താവുന്നത്? ഇത് മസിൽ ടിഷ്യൂ അല്ലേ. രണ്ടും ഡിഫറെൻ്റ് ആണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, മസിൽ ടിഷ്യൂ, nervous tissue. Clear? Okay, so they differ in their physiological functions. What do you mean by physiological functions? Life giving. Both are giving life. Both are giving a signs of life. One is helping for the movement, another one to recognize the changes around us and to respond to that. നമ്മളിപ്പോൾ ഒരാൾ ഡെഡാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഫസ്റ്റ് സൈറ്റിൽ തന്നെ അയാൾ മൂവ് ചെയ്യുന്നുണ്ടോ നോക്കും അല്ലേ. എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ടോ നോക്കും. ബോധം കെട്ടി കിടക്കുകയാണെങ്കിൽ മൂവ്മെൻ്റ് ഇല്ല അല്ലേ. അത് അപ്പോൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി, അതായത് ഒരു ലൈഫ് ഗിവിങ് ആക്ടിവിറ്റി. മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ജീവനുണ്ട് എന്ന് നമുക്കൊരു അസംഷനിലേക്ക് എത്താം അല്ലേ, ഒരു അനുമാനത്തിലെത്താം. ഇനി രണ്ടാമത്തത്, അയാൾ പ്രതികരിക്കുന്നില്ല. നമ്മൾ അയാളെ തൊട്ട് വിളിക്കുന്നു, അയാളുടെ മുഖത്തേക്ക് വെള്ളം കുടയുന്നു, അയാൾ പ്രതികരിക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹീ ഓർ ഷീ ഇസ് നോട്ട് റെക്കഗ്നൈസിങ് എനിത്തിങ് ആൻഡ് നോട്ട് റെസ്പോണ്ടിങ് ടു അവർ ആക്ഷൻസ്. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും നമ്മൾ പറയുക? അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അപ്പോൾ എന്തോ പറ്റി അല്ലേ. മേ ബി ഹി ഈസ് ഓർ ഷീ ഈസ് ഡെഡ്. അങ്ങനെ നമ്മളൊരു അസംഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. റെക്കഗ്നൈസ് ചെയ്യുക എന്ന് വെച്ചാൽ തിരിച്ചറിയുക, റെസ്പോണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ പ്രതികരിക്കുക. ഇത് രണ്ടും എന്താണ്? ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീൻ്റെ പാർട്ടാണ് അല്ലേ. ആ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾ നെർവ് സെല്ലാണ്. മനസ്സിലായോ? അപ്പം എന്താണ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ലൈഫ് ഗിവിങ് ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വി ആർ അലൈവ്, സ്റ്റിൽ അലൈവ്. അത് നടക്കുന്നില്ലെങ്കിൽ വി വിൽ ബി കൺഫ്യൂസ്ഡ് ആസ് വെദർ ദാറ്റ് പേഴ്സൺ ഇസ് അലൈവ് ഓർ നോട്ട്, അലൈവ് ഓർ ഡെഡ്. നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഇത് മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇത്രയും ടൈപ്പ് സെൽസ് ഉണ്ട്. ദേ ഓൾ വർക്ക്സ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് റെഗുലർലി. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ വി ആർ ഹാവിങ് ദ ഫുഡ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ടേക്ക് ദ ഫുഡ് വിത്ത് അവർ ഹാൻഡ്സ്. സോ ദ ഹാൻഡ് ഷുഡ് ബി മൂവ്ഡ്. മൂവ്മെൻറ്റ് മസിൽ സെല്ലാണ് നമ്മുടെ, അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ ആണ് കൈ മൂവ് ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ അവിടെ ആദ്യം വർക്ക് ചെയ്യേണ്ടത് ആരാണ്? മസിൽ ടിഷ്യൂ ആണ്. അല്ലാതെ നമ്മുടെ മൗത്തോ ഡൈജസ്റ്റീവ് സിസ്റ്റോ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഫുഡ് എത്തിയിട്ടല്ലേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ, അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആക്ഷൻസും സിസ്റ്റമാറ്റിക് ആണ്. അതായത് ഒന്ന് കഴിഞ്ഞിട്ടേ മറ്റേത് ചെയ്യാവൂ, അല്ലേ? നമ്മളിപ്പോൾ കുട്ടികളോട് പറയും, എപ്പോഴും നമ്മൾ ഒരു കുട്ടി എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ സ്കൂളിങ്ങിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെന്താ ചെയ്യുക? കുട്ടീനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും. റീഡിങ്, അല്ലേ? നോട്ട് റീഡിങ്, സ്പീക്കിംഗ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പറയാൻ പഠിപ്പിക്കും. പിന്നെ റീഡിംഗ് ആണ്. LKG എല്ലാം ആകുമ്പോൾ റീഡിങ്, വായിക്കാൻ പഠിപ്പിക്കും. പിന്നെ മെല്ലെ മെല്ലെ റൈറ്റിങ്ങിലേക്ക് കൊണ്ടുപോകും. അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു കുട്ടി ഒരു 3 വയസ്സാകുമ്പോഴേക്കും കുട്ടീനെ കൊണ്ടുപോയിട്ട് ABCD എഴുതിപ്പിക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? ആദ്യം സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആണ്. റെഗുലർ എന്ന് വെച്ചാൽ പതിവായിട്ട് വേണം നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് വർക്ക് ചെയ്യണം. എല്ലാ സെൽസും ഒരുമിച്ച് വർക്ക് ചെയ്യണം. Is it clear? Okay. Then, there is a homework for you. Why do we have different kinds of cells in our body? നമ്മുടെ ശരീരത്തിൽ പലതരം 200 kinds of cells ആണ്. എന്താണ് അതിൻ്റെ റീസൺ കണ്ടെത്തി വരിക. ഓക്കെ, അത് റഫായിട്ട് ചെയ്യുക, റഫ് നോട്ടിൽ ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും അത് കണ്ടെത്താം. ഓക്കെ, താങ്ക് യു.